എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെന്റിന്റെ പേരിൽ അറുത്തുപോകുന്നത്. ഉമ്മ നിർബന്ധിക്കും, സ്വർണം തന്നെ വാങ്ങണം, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട്, മോശമല്ലേ? ഉമ്മ, എനിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് നടത്തേണ്ടതല്ലേ? വീടെടുത്തതിന്റെ പണിയിടം, ആ കടം തന്നെ തീർന്നിട്ടില്ല, ഇനിയും സ്വർണം, പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു പ്രസ്റ്റേജ് ഇല്ലേ, ഓർന്നെല്ലാം വിചാരിക്കൂലേ? ഈ ഉമ്മക്ക് എവിടെന്നാണ് ഈ വിവരം നേടിയത്? സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞ മക്കളെ നരകത്തിന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ? എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാ നരകത്തിന് രക്ഷപ്പെടുത്തുക? നരകത്തിന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോ ആ മോനെ പിടിച്ച് നരകത്തിൽ ഇടയല്ലേ ഈ ഉമ്മ ചെയ്യുന്നത്? അല്ലേ? അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത്? അപ്പൊ എന്റെ സമ്പാദ്യം 5 പൈസ ചെലവെക്കുന്നത് ഹലാലാണ്, ഇബാദത്താണ്. സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട്. ആഖിറത്തിൽ ഓരോന്നിനും അല്ലാഹുവിനോട് അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. ഉമ്മമാര് പെങ്ങന്മാര് ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാര് കുറച്ചൊക്കെ രക്ഷപ്പെടുമെന്നാണ് കൺസെപ്റ്റ്. ഒന്നും വേണ്ട, എൻഗേജ്മെന്റ് ഒന്ന് ചാടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പെങ്ങളെ വക വണ്ടി കിക്കർ ചവിട്ടും. ഒന്നും രണ്ടു അമ്മ മോശമല്ലേ, ഒരു മോതിരം. അപ്പൊ മൂത്തായിട്ട് നമ്മുടെ കുടുംബത്തിനൊരു അമ്മ എന്നാ ഈ പെങ്ങളൊരു മോതിരം തരോ? അതുകൊണ്ടാവില്ല. നമ്മുടെ പണം കറക്റ്റ്